Hi friends, എൻ്റെ പേര് ലതിക. ഞാൻ ഇന്നിവിടെ സോണോമീറ്റർ എക്സ്പെരിമെൻ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. ഈ എക്സ്പെരിമെൻ്റിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഫ്രീക്വൻസിൻ്റെയും ലെങ്ത്തിൻ്റെയും പ്രോഡക്റ്റ് കോൺസ്റ്റൻ്റ് ആണെന്ന് വെരിഫൈ ചെയ്യുക. പിന്നെ ഈ തന്നിരിക്കുന്ന ട്യൂണിംഗ് ഫോക്കിൻ്റെ ഫ്രീക്വൻസി അൺനോൺ ആണ്, അത് ഡിറ്റർമൈൻ ചെയ്യുക. ഇതിന് വേണ്ട അപ്പാരറ്റസ് ഇത് സോണോമീറ്റർ, ഇത് സ്ലോട്ടഡ് വെയിറ്റ്, പിന്നെ ഇത് ട്യൂണിംഗ് ഫോക്ക്, ഇത് 512 ഹെർട്സ്, 426 ഹെർട്സ്, പിന്നെ 480 ഹെർട്സ്. ഇതൊന്ന് അൺനോൺ ആണ്, ഇതിൻ്റെ ഫ്രീക്വൻസി അൺനോൺ ആണ്. പിന്നെ ഇത് റബ്ബർ ഹാമർ ആൻഡ് ഇതാണ് പേപ്പർ റൈഡർ. ഇതിൻ്റെ തിയറി എന്താണെന്ന് നമുക്കിപ്പോൾ നോക്കാം. The frequency of transverse vibrations produced in a structured string is given by n is equal to 1 by 2l root t by mu, where L is equal to resonating length of sonometer wire, T is equal to tension in the string, T is equal to F is equal to mg is equal to the weight hang on wire, where mu is equal to linear density of wire. If T and mu are made as constants, then n into L is equal to constant K. If L is length of wire in resonance with tuning for K of frequency n, then n is equal to K by L. ഈ സ്ട്രിങ്ങിന് ടെൻഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു വെയിറ്റ് ഹാങ് ചെയ്തിട്ടുണ്ട്. അതിന് നമ്മൾ എടുക്കുന്ന മാസ് എന്ന് പറയുന്നത് 2.5 കിലോഗ്രാം ആണ്. നമ്മളിപ്പോൾ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ള വെയിറ്റ് എന്ന് പറയുമ്പോൾ 1/2 kg ആണ്. ഇനി നമ്മളിതിൽ 4 1/2 kgയുടെ സ്ലോട്ടഡ് വെയിറ്റ്സ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ 2.5 കിലോഗ്രാം വെയിറ്റ് ഇതിൽ ആഡ് ചെയ്തുകൊണ്ട് ഈ സ്ട്രിങ് ഭയങ്കര സ്ട്രെച്ചായി നിൽക്കുന്നുണ്ട്. ഇതിൽ 2 ബ്രിഡ്ജസ് ആണുള്ളത്. ഇതിൻ്റെ ഫസ്റ്റ് ബ്രിഡ്ജ് ഞാൻ ആദ്യം 40 സെൻറ്റിമീറ്ററിലേക്ക് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഈ ബ്രിഡ്ജിൽ ഈ പെന്ന് കൊണ്ടുള്ള ലൈൻ 40 സെൻറ്റിമീറ്ററിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. റൈറ്റ് സൈഡിലെ ബ്രിഡ്ജ് ഒരു 10 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ 50 സെൻറ്റിമീറ്ററിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ 2 ബ്രിഡ്ജിൻ്റെയും സെൻറ്ററിലായിട്ടാണ് പേപ്പർ റൈഡർ ഫിക്സ് ചെയ്തിരിക്കുന്നത്. 512 ഹെർട്സിൻ്റെ ട്യൂണിംഗ് ഫോക്കാണ് നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്നത്. അത് ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ പിടിക്കാൻ പാടുള്ളൂ. പിന്നെ റബ്ബർ ഹാമർ, റൈറ്റ് സൈഡിൽ നമ്മൾ റബ്ബർ ഹാമറാണ് പിടിക്കേണ്ടത്. ഈ ഒരു ട്യൂണിംഗ് ഫോക്കിൻ്റെ സ്റ്റമ്മിൽ മാത്രമേ നമ്മൾ ടച്ച് ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെയാണ് ഈ ട്യൂണിംഗ് ഫോക്ക് റബ്ബർ ഹാമറിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്യേണ്ടത്. ഈ ട്യൂണിംഗ് ഫോക്കിൻ്റെ ടിപ്പാണ് റബ്ബർ ഹാമറിൽ ടച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ബീറ്റ് ചെയ്തതിന് ശേഷം ഈ ട്യൂണിംഗ് ഫോക്ക് നമ്മൾ സോണോമീറ്ററിൻ്റെ ബോർഡിലേക്ക് വെക്കുമ്പോൾ ഈ സ്റ്റെമ്മിൻ്റെ പരന്ന ഭാഗം കംപ്ലീറ്റ് ആയിട്ടും സോണോമീറ്ററിലേക്ക് ടച്ച് ചെയ്യണം. ഈ ട്യൂണിംഗ് ഫോക്ക് സോണോമീറ്ററിൽ വെക്കുമ്പം പതിയെ മാത്രമേ വെക്കാൻ പാടുള്ളൂ. ഇങ്ങനെ വെക്കാൻ പറ്റില്ല, ഇങ്ങനെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാതെ വെക്കാൻ പറ്റുള്ളൂ. പതിയെ വെച്ചതിന് ശേഷം പ്രസ് ചെയ്ത് പിടിക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ ചരിഞ്ഞ് വെക്കരുത്, ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വേണം വെക്കാൻ. ഈ 2 ബ്രിഡ്ജ് തമ്മിലുള്ള ഗ്യാപ്പിനെയാണ് റെസനേറ്റിംഗ് ലെങ്ത് എന്ന് പറയുന്നത്. ഈ ഓരോ ട്യൂണിംഗ് ഫോക്കിനും അതിൻ്റേതായിട്ടുള്ള ഡിഫറെൻറ്റ് റെസനേറ്റിംഗ് ലെങ്ത് ഉണ്ട്. അപ്പോൾ ഈ ഒരു ട്യൂണിംഗ് ഫോക്കിൻ്റെ റെസനേറ്റിംഗ് ലെങ്ത് ആണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ ബീറ്റ് ചെയ്ത ട്യൂണിംഗ് ഫോക്ക് നമ്മൾ ഈ സോണോമീറ്റർ ബോർഡിൽ വെക്കുന്ന സമയത്ത് ഈ സ്ട്രിങ്ങിന് മാക്സിമം വൈബ്രേഷൻ വന്ന് ഈ പേപ്പർ താഴോട്ട് വീഴും. നമ്മളിവിടെ 10 സെൻറ്റിമീറ്റർ ഗ്യാപ്പിലാണ് വെച്ചിട്ടുള്ളത്. ഈ ട്യൂണിംഗ് ഫോക്കിൻ്റെ റെസനേറ്റിംഗ് ലെങ്ത് 10 സെൻറ്റിമീറ്റർ ആണോ നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഈ സ്ട്രിങ് വൈബ്രേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ട്യൂണിംഗ് ഫോക്കിൻ്റെ റെസനേറ്റിംഗ് ലെങ്ത് 10 സെൻറ്റിമീറ്റർ അല്ല. ഈ ബ്രിഡ്ജിൻ്റെ സെപ്പറേഷൻ അപ്പോൾ നമുക്കൊന്ന് കൂട്ടാം. ഇപ്പോൾ 40 സെൻറ്റിമീറ്ററിൽ വെച്ചിരുന്ന ഈ ബ്രിഡ്ജിനെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഈ 50 സെൻറ്റിമീറ്ററിൽ വെച്ചിരുന്ന ഈ ബ്രിഡ്ജിനെയാണ് ഞാൻ സ്ലൈഡ് ചെയ്യുന്നത്. ഈ സെപ്പറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈസി ആവാൻ വേണ്ടിയാണ് ഈ 40 സെൻറ്റിമീറ്റർ ഇവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സെപ്പറേഷൻ എന്ന് പറയുന്നത് 11 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത്, റെസനേറ്റിംഗ് ലെങ്ത്ത് 11 സെൻറ്റിമീറ്റർ ആണെന്ന് നമുക്ക് നോക്കാം.
നമുക്ക് ഇതിൻ്റെ കുറച്ചുകൂടി ലെങ്ത് കൂട്ടി 11.5 സെൻറ്റിമീറ്ററിൽ സെറ്റ് ചെയ്ത് നമുക്ക് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ 11.5 സെൻറ്റിമീറ്ററിൽ പേപ്പർ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 11.5 സെൻറ്റിമീറ്ററിന് നിയർ ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും ഇതിൻ്റെ റെസനേറ്റിംഗ് ലെങ്ത്. അപ്പോൾ നമുക്കൊരു 2 മില്ലിമീറ്ററും കൂടി അതിനെ ഇൻക്രീസ് ചെയ്ത് നോക്കാം. 11.7 സെൻറ്റിമീറ്റർ. സോ ഫസ്റ്റ് ബ്രിഡ്ജ് 40 സെൻറ്റിമീറ്ററിലും സെക്കൻഡ് ബ്രിഡ്ജ് 51.7 സെൻറ്റിമീറ്ററിലുമാണ് ഇരിക്കുന്നത്. സോ പേപ്പർ ആയിട്ട് ഇപ്പോൾ താഴെ വീണു. അപ്പോൾ 11.7 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ റെസനേറ്റിംഗ് ലെങ്ത്. അതായത് 51.7 സെൻറ്റിമീറ്റർ മൈനസ് 40 സെൻറ്റിമീറ്റർ ആണ് 11.7 സെൻറ്റിമീറ്റർ. സോ ഫസ്റ്റ് ഒബ്സർവേഷനിൽ റെസനേറ്റിംഗ് ലെങ്ത് 11.7 സെൻറ്റിമീറ്റർ. ബ്രിഡ്ജ് നമുക്ക് 11.5 സെൻറ്റിമീറ്ററിലേക്ക് സെറ്റ് ചെയ്ത് നമുക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്യാം. ഇടുന്നില്ല. സോ ഇവിടെ സെക്കൻഡ് ഒബ്സർവേഷനിൽ ഇതിൽ സെപ്പറേഷൻ വരുന്നത് 51.8 മൈനസ് 40 സെൻറ്റിമീറ്റർ ആണ്. ഒബ്സർവേഷൻ 11.8. ഇനി അടുത്തതായി 480 ഹെർട്സിൻ്റെ ട്യൂണിംഗ് ഫോർക്ക് യൂസ് ചെയ്ത് നമുക്ക് ഈ എക്സ്പെരിമെൻറ്റ് കണ്ടിന്യൂ ചെയ്യാം. ആദ്യം നമ്മൾ 512 ഹെർട്സിൻ്റെ ട്യൂണിംഗ് ഫോക്കാണ് യൂസ് ചെയ്തത്. ഇപ്പോൾ അതിനേക്കാൾ ഫ്രീക്വൻസി കുറവുള്ള 480 ഹെർട്സ് ആണ് യൂസ് ചെയ്യുന്നത്. സോ എന്തായാലും ഈ ഫ്രീക്വൻസി കുറയുന്നതോറും അതിൻ്റെ റെസനേറ്റിംഗ് ലെങ്ത് ഇൻക്രീസ് ചെയ്യും. കാരണം എന്നിൻ്റെ വലിയൊരു കോൺസ്റ്റൻ്റ് ആണ്. സോ ഇതിൻ്റെ ബ്രിഡ്ജിൻ്റെ ലെങ്ത് നമുക്ക് ഒന്നുകൂടി കൂട്ടി കൊടുക്കാം. അപ്പോൾ ഇപ്പം ഞാനിവിടെ 12.5 സെൻറ്റിമീറ്റർ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 52.5 minus 40 is equal to 12.5 സെൻറ്റിമീറ്റർ. പിന്നെ ഈ 12.5 സെൻറ്റിമീറ്ററിലെ പേപ്പറായിട്ട് താഴെ വീഴുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ പേപ്പർ താഴെ വീഴാത്തതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ലെങ്ത് കൂട്ടാം. ഇപ്പോൾ 12.7 സെൻറ്റിമീറ്റർ ആണ്. ഇപ്പോൾ കുറച്ച് വൈബ്രേഷൻ വരുന്നുണ്ട്. സോ ഏകദേശം ഒരു 12.7 സെൻറ്റിമീറ്ററിൻ്റെ അടുത്തായിട്ടാണ്. സോ നമുക്ക് കുറച്ചുകൂടി കൂട്ടാം. സോ ഇപ്പോൾ പേപ്പറായിട്ട് താഴെ വീണു. ഇതിൻ്റെ സെപ്പറേഷൻ നോക്കാം. സോ 53 മൈനസ് 40 ഈസ് ഈക്വൽ ടു 13. ഇപ്പോൾ 13 ആണ് ഇതിൻ്റെ റെസനേറ്റിംഗ് ലെങ്ത്. അടുത്തതായി നമുക്ക് 426 ഹെർട്സിൻ്റെ ട്യൂണിംഗ് ഫോർക്ക് യൂസ് ചെയ്ത് ഈ എക്സ്പെരിമെൻറ്റ് കണ്ടിന്യൂ ചെയ്യാം. സോ പേപ്പറായിട്ട് താഴെ വീണു. സോ ഇതിൻ്റെ സെപ്പറേഷൻ നോക്കാം. 54.2 മൈനസ് 40 14.2. നമുക്ക് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഈ എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ 14.3 ആണ്. സോ നമുക്ക് അൺനോൺ ഫ്രീക്വൻസിയുള്ള ട്യൂണിംഗ് ഫോക്കിൻ്റെ റെസനേറ്റിംഗ് ലെങ്ത് കണ്ടുപിടിക്കാം. സോ പേപ്പറായിട്ട് താഴെ വീഴുന്നില്ല. സോ നമുക്കിതിൻ്റെ സെപ്പറേഷൻ നോക്കാം. 55.6 മൈനസ് 40 15.6. ഇത് സെക്കൻഡ് ടൈം റിപ്പീറ്റ് ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ 15.6. സോ ഒബ്സർവേഷൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ കാൽക്കുലേഷൻ പാർട്ട് നോക്കാം. നമുക്കിതിൻ്റെ മീൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. 11.7 പ്ലസ് 11.8
is equal to 23.5. Now 23.5 divided by 2. So ഇതിൻ്റെ mean value 11.75 ആണ്. ഇതേ രീതിയിൽ നമുക്ക് ബാക്കി കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ വാല്യൂസ് 13.05 14.25. ഇത് നമുക്കിനി നെക്സ്റ്റ് റോ കാൽക്കുലേറ്റ് ചെയ്യാം. K is equal to n into L. So 512 into 11.75. So 6016. ഇതേ രീതിയിൽ നമുക്ക് ബാക്കി കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്കിവിടെ കെയിൻ്റെ മീൻ വാല്യൂ കാണാം. സോ ഈ 3 വാല്യൂയും കൂടി ആഡ് ചെയ്ത് ഡിവൈഡഡ് ബൈ 3. ഹോൾ വാല്യൂ 18,350.5. സോ ഈ വാല്യൂ ഡിവൈഡഡ് ബൈ 3, ദാറ്റ് ഈസ് ഈക്വൽ ടു 6,116.83. നമുക്കിവിടെ അൺനോൺ ഫ്രീക്വൻസിയുടെ മീൻ വാല്യൂ കണ്ടുപിടിക്കാം. ഈ 2 വാല്യൂം സെയിം ആയതുകൊണ്ട് ഇതിൻ്റെ മീൻ 15.6 തന്നെ ആയിരിക്കും. നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. n is equal to k/L hertz. k is equal to 6,116.83 hertz centimeter. The length is equal to 15.6 centimeter. നമുക്കത് ഡിവൈഡ് ചെയ്യാം. So in the value 392.10. So the result of the experiment, n into L is found to be constant. So ഇതാണ് n into L value. So ഇതിൽ സെക്കൻഡ് റീഡിങ്ങിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട്, പക്ഷേ ഇറ്റ്സ് ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആണ്. അൺനോൺ ഫ്രീക്വൻസി 392.10 hertz. So thank you for watching this video.